ഈ വർഷത്തെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. മലയാളത്തിൻ്റെ ആദ്യകാല ലേഡി സൂപ്പർ സ്റ്റാറും നിത്യഹരിത നായികയുമായിട്ടുള്ള ഷീലയെയും പ്രശസ്ത ഗായിക PK മേദിനിയെയുമാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 1,00,000 രൂപ വീതമാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാര തുക. 60 വയസ്സിന് ശേഷവും തങ്ങളുടെ കർമ്മമേഖലയിൽ സജീവമായി നിൽക്കുന്ന, ദീർഘകാലം തങ്ങളുടെ കർമ്മമേഖലയിൽ ശ്ലാഘനീയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. വയോജനക്ഷേമ പ്രവർത്തനങ്ങളിലെ ഈടുറ്റ സംഭാവനകൾക്ക് വയോജന കമ്മീഷൻ അംഗം കൂടിയായ ശ്രീ അമരവിള രാമകൃഷ്ണനെ പ്രത്യേക ആദരത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശ്രീമതി ഷീല ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ബഹുമാന്യ വ്യക്തിത്വമാണ്. 60കളുടെ ആരംഭത്തിൽ സിനിമയിലെത്തിയ അവർ 2 പതിറ്റാണ്ടിലേറെ കാലം വെള്ളിത്തിരയിലെ നിറസാന്നിധ്യമായിരുന്നു. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച താരജോഡി എന്ന റെക്കോർഡ് പ്രേം നസീറിനൊപ്പം പങ്കിട്ട വ്യക്തിത്വമാണ് ശ്രീമതി ഷീല. JC ഡാനിയൽ പുരസ്കാരവും നിരവധി തവണ ദേശീയ സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുള്ള ചലച്ചിത്ര പ്രതിഭയാണ് ശ്രീമതി ഷീല. ഗായികയും സംഗീതജ്ഞയും എന്നതിനൊപ്പം പുന്നപ്ര വയലാർ സ്വാതന്ത്ര്യ സമര സേനാനിയായും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ശ്രീമതി PK മേദിനി കേരള സംഗീത നാടക അക്കാദമി അവാർഡും ജനകീയ ഗായിക അവാർഡും കാമ്പിശ്ശേരി പുരസ്കാരവും ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള കലാപ്രതിഭയാണ്. മുൻ വർഷങ്ങളിൽ ഗായകൻ ശ്രീ P ജയചന്ദ്രൻ, നടനും സംവിധായകനുമായിട്ടുള്ള ശ്രീ മധു, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷ്, കൂടിയാട്ടത്തിനും കഥകളിക്കുമെല്ലാം അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ശ്രീ വേണുജി തുടങ്ങിയവരൊക്കെയാണ്. അതുപോലെ നിലമ്പൂർ ഐഷ, കലാമണ്ഡലം ക്ഷേമാവതി, അവരെയൊക്കെയാണ് ഈ അവാർഡിലേക്കായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. 1,00,000 രൂപ പുരസ്കാര തുകയും സാക്ഷ്യപത്രവും മെമൻറ്റോയുമാണ് അവർക്ക് സമ്മാനിക്കുക. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ലക്ഷ്യമാക്കി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകുകയും ഇക്കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി വയോജനങ്ങൾക്കായിട്ടുള്ള നിരവധി പദ്ധതികളുടെ രൂപീകരണത്തിലും നിർവഹണത്തിലും ഈ കാലയളവുകളിലെ സർക്കാരുകൾക്ക് വയോജനതയുടെ സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു പോരുന്ന വിശിഷ്ട വ്യക്തിത്വമാണ് ശ്രീ അമരവിള രാമകൃഷ്ണൻ. വയോജന മേഖലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ മുൻനിർത്തി പ്രത്യേക ആദരത്തിനാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച കോർപ്പറേഷനുള്ള 1,00,000 രൂപയുടെ പുരസ്കാരം ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച കൊച്ചി കോർപ്പറേഷനാണ്. ലോകാരോഗ്യ സംഘടന ജനീവയിൽ നടത്തിയ ലീഡർഷിപ്പ് ഉച്ചകോടിയിലാണ് കൊച്ചി കോർപ്പറേഷന് അംഗീകാരം ലഭിച്ചിരുന്നത്. കോഴിക്കോട് കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും നല്ല രീതിയിൽ തന്നെ വയോജന സൗഹൃദ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള കോർപ്പറേഷനുകളാണ്. പൊതുസ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും വയോജന സൗഹൃദ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതടക്കമുള്ള പ്രവർത്തന മികവ് മുൻനിർത്തി, അതായത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ വയോജന സൗഹൃദ പ്രവേശന മാർഗങ്ങൾ, കാത്തിരിപ്പ് മുറികൾ, ഇരിപ്പിട സൗകര്യങ്ങൾ, കുടിവെള്ള സൗകര്യം, ശുചിമുറികൾ തുടങ്ങിയവയെല്ലാം സജ്ജമാക്കിയ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 1,00,000 രൂപയുടെ പുരസ്കാരം നേടി. വാതിൽപ്പടി സേവനത്തിലും കുടുംബശ്രീ സംവിധാനം വയോജന മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്നതിലുമുള്ള മികവിൻ്റെ ഭാഗമായി വയോജന സൗഹൃദ നഗരസഭയായി നെടുമങ്ങാട് നഗരസഭയെ തിരഞ്ഞെടുത്തു. 1,00,000 രൂപയാണ് പുരസ്കാരം.